അമ്മ എന്നെ ടൂറൊക്കെ ഒന്ന് കൊണ്ടുപോവോ? എവിടെ പോവാനാ? പ്ലീസ്. നമുക്ക് ഈ വെക്കേഷന് പോവാം. എൻ്റെ ഫ്രണ്ട് രുദ്രയൊക്കെ നേരത്തെ പോയല്ലോ. നേരത്തെ എവിടെ പോയി? എനിക്ക് സ്ഥലം അറിഞ്ഞൂടാ. ടൂർ പോയല്ലോ. നമുക്ക് ഈ തവണ എന്തായാലും പോവാ. വെക്കേഷന് മുമ്പേ അവരൊക്കെ പോയി. വെക്കേഷന് മുമ്പ് നമ്മൾ എങ്ങനെ പോവാനാ? ജോലിയില്ലേ? പ്ലീസ് കൊണ്ടുപോവാ. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് അമ്മയ്ക്കൊരു ജോലി വന്നിട്ടല്ലേ. അയ്യോ, ഇന്ന് സ്കൂളിലാ ഡ്രൈവർ അങ്കിൾ ആണല്ലോ. എന്ത് പറ്റിയാന്തോ? ഓ ആണോ? എന്റെ മോനെ എന്താ പറ്റിയേ? എന്താണൊരു സങ്കടം? എന്നെ കറങ്ങാൻ കൊണ്ടുപോകില്ലല്ലോ. സിസ്റ്ററെ, സിസ്റ്ററെ മോളെ ഒന്ന് നോക്കാവോ? പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു. അത് പ്രശ്നം ഉണ്ടാവില്ല. കുട്ടിയുടെ കൂടെ ആരാ വന്നിട്ടുള്ളേ? ഡോക്ടറെ, എന്താ ഞങ്ങളുടെ കുട്ടിക്ക് പറ്റിയേ? കുട്ടിയുടെ കേസ് കുറച്ച് ക്രിട്ടിക്കലാണ്. സർജറി വേണ്ടി വരും. എത്രയാവും ഏകദേശം? ഏകദേശം ഒരു 2 ലക്ഷം രൂപയാവും. കറക്റ്റ് എമൗണ്ട് അറിയണമെങ്കിൽ കൗണ്ടറിൽ ചോദിക്കണം. ഓക്കെ, ഞങ്ങൾ എന്തായാലും സർജറി ആയിട്ട് പ്രൊസീഡ് ചെയ്യണം. വിഷമിക്കൊന്നും വേണ്ട. ശരി. നീ ഇവിടെ ഇരിക്കേ. സിസ്റ്ററെ, കുട്ടിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അങ്കിളിന്റെ മോന് വയ്യാതായി. അങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കുക. അങ്കിളിന്റെ കൂടെ ഒന്ന് വരുമോ? അങ്കിളിന്റെ മോൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട്. ശരി, ഞാനിപ്പോൾ വരാമേ. ശരി ഏട്ടാ. അങ്കിളുടെ മോൻ്റെ അവസ്ഥ മോള് കണ്ടാണല്ലോ. അങ്കിളുടെ മോനെ രക്ഷിക്കണമെങ്കിൽ മോളുടെ ഈ മാലയും വളയും അങ്കിളിന് തരണം. ഓ തരാം. പക്ഷേ എന്നെ കറങ്ങാൻ കൊണ്ടുപോകണം. അത് അങ്കിൾ കൊണ്ടുപോകാം. ഇവിടെ എവിടെ പോയി? മോളെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇപ്പൊ ഒന്ന് കയറിയതല്ലേ ഉള്ളൂ. ഞാനിവിടെ ഇരുത്തിയിട്ട് പോയതാ. ഇല്ല, അറിഞ്ഞൂടാ. അയ്യോ, ഇവളിതെവിടെ? സിസ്റ്റർ, മോളെ കണ്ടായിരുന്നോ? ഞാനിവിടെ ഇരുത്തിയിട്ട് പോയായിരുന്നു. മോൾ എവിടെ ഉണ്ടായിരുന്നല്ലോ? അച്ഛന്റെ കൂടെ. ഞാൻ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. അല്ല, ഒരാളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കരുതിയത് അച്ഛനാണെന്ന്. നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കാം. ഹലോ ഏട്ടാ. ഞാൻ പൈസ അയച്ചിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയായിരുന്നു? ഒന്ന് നോക്കട്ടെ ഏട്ടാ, വെയിറ്റ് ചെയ്യണേ. വന്നിട്ടുണ്ട് ഏട്ടാ. ഞാനിപ്പോ തന്നെ കൗണ്ടറിൽ കൊണ്ട് അടയ്ക്കാം. ഓ, മോനെങ്ങനുണ്ട്? മോനെ ഇപ്പൊ ഓപ്പറേഷന് കയറ്റിട്ടുണ്ട്. അവരൊന്നും പറയുന്നില്ല ഏട്ടാ. ഏട്ടാ എവിടാ? ഒന്ന് വരുമോ? ഞാൻ പൈസ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. ഞാൻ എന്തായാലും നിന്നെ വിളിക്കാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. വെക്കട്ടെ? ഏട്ടൻ വിഷമിക്കല്ലേ, ഇനി വന്നാ മതി. ശരി. നിനക്കൊന്ന് ശ്രദ്ധിച്ചാ എന്താ? ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ? ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞതാ. ഇവിടെ 100 കണക്കിന് ആൾക്കാർ വന്നു പോകുന്നതാ. സിസ്റ്ററിനെ ഏൽപ്പിച്ചാ? നിങ്ങൾക്കൊന്ന് നേരത്തെ വന്നാൽ എന്തായിരുന്നു? എനിക്ക് ജോലിയുള്ള കാര്യം നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ? എന്നെ വിട് സാറേ. അമ്മേ, മോളെ സാറേ. അച്ഛാ, മോളെ, നീ ഇത് എവിടെയായിരുന്നു? അമ്മയോട് പറയാതെ എവിടെയാ പോയ മോളെ? ഇവനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. എടാ, അയ്യോ, നീയാണ് എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയത്. സാറേ, അങ്ങനെയല്ല സാറേ. സാറിന്റെ മോള് പറഞ്ഞിട്ട് ഞാൻ സാറിന്റെ മോളെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോയതേ ഉള്ളൂ. സാറിന്റെ മോളുടെ
സ്വർണ്ണം ഞാനൊന്ന് എടുത്ത് പണയം വെച്ചു. എൻ്റെ മോൻ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക സാറേ, എന്നോട് ക്ഷമിക്കണം. എടാ അച്ഛാ, അങ്കിളിനെ അടിക്കല്ലേ അച്ഛാ. അങ്കിള് പാവോ. നിങ്ങൾ കറങ്ങാൻ കൊണ്ടുപോകാത്തോണ്ടല്ലേ അങ്കിള് കൊണ്ടുപോയത്. മോളെ സെറീൻ, ദാ വരുന്നു. മന്ദഹാസ പുഷ്പങ്ങൾ പുഞ്ചിരിച്ചു നിൽക്കുമ്പോൾ കരളിൽ